ചൊരിയണം മഴ. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്നാക്ക് പറ്റിയ ഐറ്റമാണ് നമ്മുടെ പരിപ്പ് വടയും കട്ടൻ ചായയും. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് നോക്കണ്ടേ? അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് പീസ് പരിപ്പാണ്. ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതാണ് നമ്മുടെ അളവ് ഗ്ലാസ്. ഇതിൽ 2 കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. 1 മണിക്കൂറത്തേക്ക് വെച്ചാൽ മതിയാകും. 1-2 ഇത് പീസ് പരിപ്പായതുകൊണ്ട് 1 മണിക്കൂറേ ഞാൻ വെച്ചുള്ളൂ. കടലപ്പരിപ്പൊക്കെ 2-3 മണിക്കൂറൊക്കെ വെക്കാം. പിന്നെ അതേ കുതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വെക്കാം. ഇത് ചെറുതായി ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ചായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അരക്കാന്ന് വെച്ചാൽ പേസ്റ്റ് പോലെ അരക്കരുത്. ഇതേപോലെ വേണം തരിതരിയായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടാതെ ആ പരിപ്പ് മാറ്റി വെച്ചതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളം കൈയിലേക്ക് വെച്ച് കൊടുക്കാം. വിരൽ വെച്ചൊന്നും പ്രസ് ചെയ്ത് കൊടുക്കരുത്. മറ്റേ കൈ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേപ്പ് റെഡിയായി. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഒരു കടായി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ, അതായത് ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തത്. അതൊന്ന് ചൂടായി വരണം. ചൂടായോ എന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ അത് പൊന്തി വരും. അപ്പോൾ ശരിയായിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം നമുക്ക് മൊരിച്ചെടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വളരെ താന്നു പോകരുത്. ഫ്ലെയിം താന്നു പോയാൽ സംഭവം പൊട്ടിപ്പോവും. അതേപോലെ തന്നെ ഉയർന്ന ഫ്ലെയിമും പാടില്ല. പെട്ടെന്ന് പുറം വശം കരിഞ്ഞു പോവും, ഉള്ളു വേഗത്തുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊന്തി, അത് ഫസ്റ്റ് നമ്മൾ ഇട്ട് ഇളക്കരുത്. ആദ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും അതൊന്ന് മൊരിഞ്ഞ് പൊന്തി വരും. പൊന്തി വന്ന ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ആ ഗോൾഡൻ ബ്രൗൺ കളറിലെത്തുമ്പോഴേക്കും നമുക്കെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ചെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പരിപ്പ് വടയും കട്ടനും ഒക്കെ ഉണ്ടാക്കി എല്ലാവരെയും വീട്ടിൽ കഴിക്കാമെന്നൊക്കെ അറിയാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.